പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടൻ പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പഴയത്തിൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടൻ പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉന്മാദം തിരയുയർത്തി ആമോദം കളമുടത്തി. ഉന്മാദം തിരയുയർത്തി ആമോദം കളമുടത്തി. പുതുകുലരി പ്രണവ പദമോദി നവരജനി കമലധരമാണി. അമരകലയിൽ അമൃതമൊഴിയിൽ ആത്മരാഗ മധുരം മധുരം. ഉത്രാടൻ പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. വടനീൻ പഴമകൾ പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടൻ പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉന്മാദം തിരയുയർത്തി ആമോദം കളമുടത്തി. ഉന്മാദം തിരയുയർത്തി ആമോദം കളമുടത്തി. കലകളിൽ അലകലയാസ്യം പലകമല വിലകിയ അഭിരാമം. ഭരതനടന ജതിയഴകി സാന്ദ്രഭാവചലനം ചലനം. ഉത്രാടൻ പൂവിളിയിൽ പഗ പഗരിക ഗരി ഗരി സരി 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 പഗരിക സപകപ ഗരി പനി നിസഗരി. ഉത്രാടൻ പൂവിളിയിൽ ഗരി സരി സരി നിസരി പനി സരി പനി നിസഗരി പഗ പനി പ നിസഗരി പഗനി പഗ പനി നിസരി സരി ഗരി സരി പനി സരി പഗ സരി ഗ പനി. ഉത്രാടൻ പൂവിളിയിൽ ഗപ ഗ പ പ പ ഗ പനി സരി നീ പാനി സരി സ സ സ നീ സഗരി സരി സരി ഗരി രി സരി രി സരി പാനി രി ഗ ഗരി സരി ഗ പനി രി രി സരി പ ഗരി സ പ പ സ സരി പ ഗരി ഗ ഗ ടി നി ഗ ഗ ഗരി സരി പ സ സ പ പ സ സരി പ ഗരി ഗ സരി ഗ പനി സ നീ സഗരി. ഉത്രാടൻ പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. വടനീൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടൻ പൂവിളിയിൽ കേരളം ഉണരുകയായി, പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. അതിമനോഹര
പാട്ട് പാടി. അങ്ങനെ നമ്മൾ ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകമെമ്പാടുമുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഒരേ മനസ്സോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. സത്യം പറഞ്ഞാൽ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള 10 ദിവസം വിഭവസമൃദ്ധമായ സദ്യകളും അതുപോലെ തന്നെ ആ തിരുവോണത്തിന്റെ അന്നാകുമ്പോൾ നമ്മുടെ ആ സദ്യയും കുറെ കളികളും മനോഹരമായ പൂക്കളങ്ങളും എല്ലാം കൂടി നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും സമ്പന്നമായ ആ ഒരു പൈതൃകം നമുക്ക് അതിന്റെ ഏറ്റവും മികച്ച രൂപത്തിൽ കാണാൻ പറ്റും. I'm just going to say a few words about Onam to our chief guest because he does not understand Malayalam. So, sir, Onam is one of the grand festivals in Kerala, and it actually portrays the rich cultural heritage. It starts from Attam and it's celebrated like throughout for like 10 days. And by the end of the day, or by the end of the 10th day, it's called Tiruvonam. You have a grand feast. The main attraction of that is the grand sadhya, which is a meal that is served with almost 11 to 13 dishes. So we are serving that feast today, so you will get an opportunity to taste that as well. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളെയും നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇടയിലുള്ള ഒരു ഐക്യമാണ് കാണിക്കുന്നത്. ഇന്നിവിടെ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് ഓണ പരിപാടിയും അത് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹ്യൂസ്റ്റണിലുള്ള മലയാളി സഹോദരങ്ങളുടെ അവരുടെ ഇടയിലുള്ള ഐക്യവും ഏകത്വവുമാണ് ഈ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ഓണാഘോഷം. സോ അഗൈൻ in my name, I'm inviting all of you to the MAG Onam Celebrations 2021. So we will go on to the most important part. ഇന്നത്തെ നമ്മൾ ഈ ഒരു ഇനോഗ്രൽ സെറമണിയിലേക്ക് കടക്കുകയാണ്. For that, I'm going to invite our chief guest, Mr. Asim R. Mahajan. He is the Honorable Consul General of India in Houston. Mr. Asim Mahajan joined the Indian Foreign Service in 1998. Prior to assuming charge as the Consul General of India in Houston in January 2020, he was the Ambassador and DPR of India to the World Trade Organization in Geneva. In his earlier diplomatic assignments, he has served as a Deputy High Commissioner in Indian missions in Kuala Lumpur and Dhaka, and as the Consul General of India in Osaka, Japan. He has also served in Indian missions in Tokyo and Vientiane, Laos. In his stints in the Ministry of External Affairs, New Delhi, he has served on various handling affairs related to United Nations, Bangladesh, Sri Lanka, Myanmar and Maldives. Besides, he has also served as a staff officer to the Ministry of State for External Affairs and as Joint Secretary coordinating the management of annual Hajj pilgrimage from India. He has a master's degree in diplomatic studies from the University of Oxford, a master's degree in management studies from Birla Institute of Technology and Science, that is in Pilani, and has completed 2 annual training courses in WTO law from the Advisory Center on WTO law in Geneva. He speaks Japanese, apart from English, Hindi, and some other Indian languages. He is married with a son and daughter. That's quite interesting to know that you speak Japanese. The only thing I know in Japanese is sayonara, but I'm sure that's not the time to say it yet, but that's the only thing I know in Japanese. Alright, so let's move on to the inaugural function. I'm going to invite our chief guest, Mr. Asim R. Mahajan, to the stage. President Mr. Vinod Vasudevan, Secretary Mr. Joji Joseph, and Trustee Board Member Mr. Martin John. We are going to move on to the inaugural ceremony. നമ്മുടെ ഈ ഒരു മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഓണം 2021 ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. Thank you, Varsha. Please have a seat, everyone.
may I please invite Mr. Joji Joseph, Secretary, for the welcome speech. ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും ഞാൻ എൻ്റെ ഓണാശംസകൾ തരുന്നു. വിഷ് യു ഓൾ എ വെരി ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, അതുപോലെ ലൈവ് സ്ട്രീമിൽ കാണുന്ന സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഒരു ചരിത്ര നിമിഷത്തിലാണ് വേദിയാവുന്നത്, അല്ലെങ്കിൽ വേദിയാകാൻ പോകുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി മലയാളികൾ അമേരിക്കയിലേക്ക് കുടിയേറി. അങ്ങനെ അവർ അമേരിക്കയ്ക്ക് കേരള നാടിൻ്റെ നന്മയെയും സംസ്കാരത്തെയും കൂടെ കൊണ്ടുപോകും. അവർ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അതാണ് ഇന്ന് നാം കാണുന്ന മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ എന്ന സംഘടന. ഈ അസോസിയേഷനെ ഇതിനു മുമ്പ് നയിച്ചവരുടെ സ്വപ്നത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമാണ്. അങ്ങനെ കെട്ടിപ്പടുക്കിയ ആ സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും കൂട്ടായ്മയായ മലയാളി അസോസിയേഷന്റെ ഭാഗമായി സാധിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സന്തോഷത്തിന്റെ നിമിഷമല്ല, ആശങ്കയുടെ ഒരു ഒത്തുകൂടൽ മാത്രമാണ്. കാരണം ലോകമെന്ന് പകർച്ചവ്യാധിയുടെ പിടിയിലാണ്. ഉച്ചനീതിത്വമില്ലാതെ നമ്മളിവിടെ ജാതിമത ഭേദമന്യേ ഇവിടെ ഒത്തുചേരുന്നു. എല്ലാ മഹാമാരിയും നേരിടുന്നതിനായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒരു ചരിത്ര നിമിഷത്തിനും കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഒരു രേഖയായി കുറിക്കപ്പെടുന്നു, അത് പുസ്തകമായി മാറുന്നു. അതൊരു പുസ്തകത്തിലാകുമ്പോൾ അതാണെന്ന് പ്രകാശനം ചെയ്യപ്പെടുന്ന മാഗസോനിയർ ഓർമ്മച്ചെപ്പ് 2021. അതിന്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിൽ വാക്കുകളുടെ ഭാഗമായ, അതുപോലെ തന്നെ സാമ്പത്തികമായി നമ്മൾ സഹായിച്ച, അതുപോലെ തന്നെ മനസ്സുകൊണ്ട് ഭാഗമായ എല്ലാവരെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുകയും ചെയ്യുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ മാഗിന്റെ പ്രവർത്തനങ്ങൾ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അതിനെ മെച്ചപ്പെടട്ടെ എന്നും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സേവനത്തിന്റെയും നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഡിയർ ഫ്രണ്ട്സ്, now let me come to my duty. Today, our chief guest, Mr. Asimar Mahajan, Councilor of India, Houston. We are honored and grateful to him for accepting our invitation and becoming our chief guest on this occasion. On behalf of Malayali Association of Houston, I welcome our chief guest, Mr. Asimar Mahajan, Councilor of India, Houston, to this function. Come, sir. അടുത്തതായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് നമ്മുടെ കർമ്മധീരനും നിശ്ചയദാർഢ്യമുള്ള നമ്മുടെ പ്രിയങ്കരനായ മാഗ് പ്രസിഡന്റിനെയാണ്, മിസ്റ്റർ വിശ്വനാഥ് വാസുദേവനാണ്. അദ്ദേഹത്തെ ഞാൻ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്ന മിസ്റ്റർ മാർട്ടിൻ ജോൺ ആണ്. അദ്ദേഹം 2019 നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഇപ്പോൾ ട്രസ്റ്റി ബോർഡ് മെമ്പറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, പാസ്റ്റ് പ്രസിഡന്റ്, സബ് കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ എല്ലാ മെമ്പേഴ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ സ്പോൺസേഴ്സ്. വലിയ സപ്പോർട്ടാണ് നമ്മൾ ഈ സുവനീറുമായും ഓണപ്പരിപാടികളൊക്കെ നമുക്ക് ലഭിച്ചത്. നമ്മുടെ മെഗാസ് നമുക്ക് ഏകദേശം 200% സക്സസ് റേറ്റ് ആണ് ഈ പരിപാടി, ഈ ഒരു ഉദ്യമത്തിന് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ മെഗാ സ്പോൺസർ ആയിരിക്കുന്ന ഹ്യൂസ്റ്റൺ സ്കൂൾ ഓഫ് കാർപ്പൻട്രി, ഗ്രാൻഡ് സ്പോൺസേഴ്സ് ആയിരിക്കുന്ന സഫാരി ടെക്സസ് ഗ്രൂപ്പ്, അതുപോലെ ടെക്സസ് ഹാർട്ട് ആൻഡ് വാസ്കുലർ സ്പെഷ്യലിസ്റ്റ്, ഡയമണ്ട് സ്പോൺസർ ആയിരിക്കുന്ന വൈസർ സ്കൈ, മിസ്റ്റർ ഉമ്മൻ വർഗീസ്, ഇവരെയെല്ലാം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഏകദേശം 11ഓളം ഗോൾഡ് സ്പോൺസേഴ്സ് ഉണ്ട്, 23ഓളം സിൽവർ സ്പോൺസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ 45ഓളം ബ്രോൺസ് സ്പോൺസേഴ്സ്. എല്ലാ സ്പോൺസർമാരെയും ഞാൻ ഈ പരിപാടിയിൽ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഈ വേദിയിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന മിസ്റ്റർ ജിടോമിനെ പ്രത്യേക ഒരു വെൽക്കം പറയേണ്ടതുകൊണ്ട് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ നമുക്ക് വേണ്ടി ലൈവ് സ്ട്രീം ചെയ്തിരിക്കുന്ന മിസ്റ്റർ ജോർജ് പോൾ ഫ്രം ഫ്ലവേഴ്സ് TV, എപ്പോഴും നമ്മുടെ മാഗിന്റെ കാര്യം സാമ്പത്തികമായ പരിഗണന മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നമ്മൾ ഇപ്രാവശ്യം നമുക്ക് വളരെ കോൺസെൻട്രേറ്റഡിൽ നമുക്ക് ഒരു സ്ട്രീമിങ്ങും വീഡിയോഗ്രാഫി ചെയ്തു തരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ വൈഫിനെയും പ്രകാശിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് എത്തിയിരിക്കുന്ന മിസ്റ്റർ സജു, വെൽക്കം സജു ടു ദി ഫംഗ്ഷൻ. അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിയിരിക്കുന്ന സത്യ കോസ്റ്റേഷനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സൗണ്ട് ചെയ്യുന്ന മിസ്റ്റർ ജോർജ് കുട്ടി ആൻഡ് ബിനു. അതുപോലെ തന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക.
അതുപോലെ തന്നെ എല്ലാ മെമ്പേഴ്സിനെയും ഒരിക്കൽ കൂടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നിർത്തി സ്വാഗതം സമാപിക്കുന്നതിനുമായി ഒന്ന് രണ്ട് റിക്വസ്റ്റുകൾ നിങ്ങളോട് പറയാനുണ്ട്. അതായത് മാഗിന്റെ വരുമാന മാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത്, എനിക്ക് ഇത് കഴിഞ്ഞ അവസരം കിട്ടാത്തതുകൊണ്ട് പറയുന്നുണ്ടോ, മാഗിന്റെ വരുമാന മാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഹോൾ റെന്റൽസും അതുപോലെ തന്നെ മെമ്പർഷിപ്പ് കിട്ടുന്ന വരുമാനങ്ങളുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ ഉള്ള മെമ്പർഷിപ്പ് എടുക്കാത്തവരുണ്ടെങ്കിൽ എടുക്കുക. അത് നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു $150 കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള ഹൗസ് 2 ഓഡിറ്റോറിയം നമുക്ക് റെന്റൽ അവൈലബിൾ ആണ്. വളരെ നിസ്സാരമായ തുകയുള്ളൂ. ഇനഫ് പാർക്കിംഗ് ഉണ്ട്. അതും അതിന്റെ ബുക്കിംഗ് ഒക്കെ എടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വിഷ് യു ഓൾ ഹാപ്പി all of you again. Thank you very much. Thank you, Joji, for the detailed welcome message. Now, ഏറ്റെടുത്ത കാര്യങ്ങളിൽ നിശ്ചയദാർഢ്യവും അതുപോലെ മുൻപോട്ടുള്ള പോക്ക് വളരെ വിശദമായി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരാളാണ് നമ്മളുടെ പ്രസിഡന്റ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് നാം ഇവിടെ റിലീസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സുവനീർ യാഥാർത്ഥ്യമായത് ഇദ്ദേഹത്തിന്റെ പ്രയത്നഫലം അല്ലെങ്കിൽ നേതൃത്വപാഠം എടുത്തു കാട്ടുന്നു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. Now, I would like to invite our President, Mr. Vinod Vasudevan, for his presidential address. Honorable Chief Guest, Consul General Mr. Asim R. Mahajan, Maginde Secretary Sri Joji Joseph, മാഗിന്റെ മുൻ പ്രസിഡന്റും ട്രസ്റ്റി ബോർഡ് മെമ്പറുമായ ശ്രീ മാർട്ടിൻ ജോൺ, മാഗിന്റെ മുൻ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ബോർഡ് മെമ്പർമാരെ, അതുപോലെ മാഗിന്റെ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരെ, മലയാളി അസോസിയേഷന്റെ സജീവ അംഗങ്ങളെ, മെമ്പർമാരെ, മറ്റ് സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അതുപോലെ തന്നെ മലയാളി അസോസിയേഷന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. I am extremely happy that our Consul General Honorable Mr. Asim Mahajan wholeheartedly accepted our invitation to be here. We all know that tomorrow is the 75th Indian Independence Day. Even in the middle of his busy schedule, arranging for Independence Day celebrations, he agreed to join our Onam celebration as a chief guest. At this moment, I would like to express my sincere thanks to Mr. Asim R. Mahajan. Now I am going to continue my speech in Malayalam. നമ്മൾക്കേവർക്കും അറിയാം, കഴിഞ്ഞ വർഷത്തെ ഓണം നമ്മൾ ആരും തന്നെ ആഘോഷിച്ചില്ല. ലോകമെമ്പാടും കോവിഡ് മഹാമാരിയുടെ പിടിയിലമർന്ന കഴിഞ്ഞ വർഷം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആരും തന്നെ തയ്യാറായില്ല. ഈ വർഷം ഞങ്ങൾ ഈ ഓണാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏതാണ്ട് നമ്മുടെ മലയാളി സമൂഹം ഒരു മെജോറിറ്റി ആൾക്കാരും വാക്സിൻ എടുത്തു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിപുലമായ രീതിയിലുള്ള ഈ ഓണാഘോഷ പരിപാടികൾ പ്ലാൻ ചെയ്തത്. എന്നാൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകളെ പിന്നോട്ടടിച്ചുകൊണ്ട് തന്നെ കോവിഡ് മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഇടയിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 1500 പേർക്ക് ഉൾക്കൊള്ളാവുന്ന ഈ ഓഡിറ്റോറിയത്തിൽ അത്രയും തന്നെ ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ വരാൻ തയ്യാറായിരുന്ന പല ആൾക്കാരും തന്നെ ഈ കോവിഡിന്റെ ഈ പുതിയ താണ്ഡവത്തിൽ പിന്മാറിയിരിക്കുകയാണ്. എങ്കിലും കാണം വിറ്റും ഓണം കൊണ്ടണമെന്ന നമ്മുടെ ഒരു പഴമൊഴി യാഥാർത്ഥ്യമാക്കുമാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും
ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മലയാളി അസോസിയേഷന്റെ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹൂസ്റ്റണിൽ നിരവധി ഓണാഘോഷ പരിപാടികൾ നടക്കാറുണ്ട്. വിവിധ റിലീജിയസ് ഓർഗനൈസേഷന്റെ, വിവിധ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെയൊക്കെ നേതൃത്വത്തിൽ ഹൂസ്റ്റണിൽ അങ്ങോളം ഇങ്ങോളം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മലയാളി അസോസിയേഷനെ വേറിട്ട് നിർത്തുന്നത് നമ്മുടെ ഓണം എന്ന് പറയുന്നത് ഹൂസ്റ്റൺ മലയാളികളുടെ ഓണമാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ കാസർഗോഡുകാരനെന്നോ കോട്ടയംകാരനെന്നോ തിരുവനന്തപുരംകാരനെന്നോ വേർതിരിവുകളൊന്നുമില്ലാതെ തന്നെ എല്ലാ മലയാളികളെയും ഒരുപോലെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയുമൊക്കെ മറ്റ് സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ജനോപകാരപ്രദവും ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദവുമായ ഒരുപിടി പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ടാണ് മലയാളി അസോസിയേഷൻ ഈ വർഷത്തെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഈ വർഷം ആദ്യം തന്നെ ഞങ്ങൾ ഈ കോവിഡ് വാക്സിനേഷനെ പറ്റി ഒരു എഡ്യൂക്കേഷൻ സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കോവിഡ് വാക്സിൻ ഫ്രീ കോവിഡ് വാക്സിൻ ക്യാമ്പ്, ഫ്രീ പാസ്പോർട്ട് ഫെയർ, കേരള ഇലക്ഷൻ ഡിബേറ്റ്, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് തുടങ്ങിയ നിരവധി പരിപാടികൾ ഈ വർഷം ഈ 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സംഘടിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഇനി വരുന്ന 5 മാസവും എല്ലാ മാസവും തന്നെ മെഡിക്കൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മലയാളി അസോസിയേഷന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണങ്ങൾ തുടർന്നും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മുടെ സെക്രട്ടറി ജോജി പറഞ്ഞതുപോലെ മലയാളി അസോസിയേഷന്റെ ഈ ചൈത്രയാത്രയിൽ നിങ്ങൾ ഓരോരുത്തരും മെമ്പർഷിപ്പ് എടുക്കാത്ത ആൾക്കാരൊക്കെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടും ഞങ്ങളോട് സഹകരിച്ച് നിങ്ങളെല്ലാം അസോസിയേഷന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, Mr. Manoj Vasudevan, the President of Malayali Association of Greater Houston. Like you said, ഈ വർഷം നമ്മൾ കോവിഡ് എന്താ പറയുക, നമ്മൾ ക്വാറന്റൈനും കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കൂടി അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി അവർ ഡിസൈഡ് ചെയ്ത രീതിയിൽ തന്നെ ഈ ഓണം സെലിബ്രേഷൻ കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് എല്ലാവരും യു ആർ മോർ ദൻ വെൽക്കം ടു വെയർ മാസ്ക് ആൻഡ് ഫോളോ ദ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. സോ മേ ഐ പ്ലീസ് ഇൻവൈറ്റ് അവർ ഹോണറബിൾ ചീഫ് ഗസ്റ്റ് Mr. Asim R. Mahajan for an inaugural speech. All members of the Malayali Association of Greater Houston, members of the board, greetings to all of you on this auspicious celebrations of Onam today here. It is really a pleasure for me to join all of you for these celebrations. India, as you are aware, is celebrating Azadi Ka Amrit Mahotsav to commemorate 75 years of progressive India and the glorious history of its people, rich cultural heritage and achievement. These celebrations are going to continue till August 2023. This celebration of 75 years of our India's independence is being done with several objectives, as I mentioned. But this will commemorate our freedom struggle. It will highlight what we have achieved. It will promote exchange of ideas and actions for our future and also reaffirm our resolve to jointly address the challenges and commit ourselves to the development of India. During these celebrations, we have planned several events, seminars with universities, seminars on India, events to promote trade and investment between India and United States, cultural events to showcase the rich cultural heritage of India, the arts, music, dance, and various community initiatives. And I'm sure the Malayali Association of Greater Houston will also be part of
these initiatives, and we look forward to your support for these. The state of Kerala in India, where I have traveled many times, is truly blessed with natural resources, its beauty, with a unique set of geographical features, its rich culture, its heritage, its people. It is known for many things, including education, investments. It is one of the progressive states which showcases what India is. As you are celebrating Onam today, this is celebrated across the world. I know it is to celebrate the return of Lord Mahabali, and it is celebrated with the same joy, spirit and brotherhood across the world. In the state of Kerala, people put floral rangolis, take part in the traditional snake boat race, which is famous all over the world, and you have performed traditional dance, and of course the feast which was mentioned in the beginning. So let me again congratulate you and greet you on this occasion. India and United States, as you know, are two vibrant democracies having open and multicultural societies, commonalities in culture and shared values. All of you are residing here, and both countries are natural partners. We have a comprehensive strategic partnership between both countries with growing engagement in areas like energy. Houston is the energy capital, in security, in defense, in trade and investment, and in people-to-people exchanges. The vibrant and growing Indian and American community based in this part of the United States is a very strong partner for us for our bilateral relations. The community here, which represents various sections of society and supports us in many initiatives, has been working with us. The consulate, of course, strives to deepen the ties between India and United States and also to support the community. As was mentioned earlier, we are going through this COVID-19 pandemic. These are challenging times for all of us. But at the consulate, we are trying to do whatever we can to support the community. We have set up 24/7 helplines. Our consular services, even though we don't have them in person, we have the turnaround time, we have kept it very low. And I'm happy to tell you that we have introduced some of the best practices, and we strive to serve the community in whatever way we can. Over the last 1 year, we have received thousands of calls on our helplines. In the beginning of this pandemic, we had the Vande Bharat mission when people traveled all over India, including people from here. You know what a strong connect all of us share. And then as the year went around, we are even now issuing emergency visas or trying to help people. We have a large Indian students community here, which comes every year here. We try to connect with them, we are trying to support them. But I'm proud to mention that the Indian American community is truly very supportive of not only of the strong connect back home, but also of their local communities, their states, their towns. Several food distribution drives, vaccination drives and other initiatives have been organized by the community, and I thank you for all that support. As I mentioned, this is going to be a year of festivities for us as we celebrate Azadi Ka Amrit Mahotsav, and I look forward to the support of the Malayali Association of Greater Houston for all these initiatives. Please don't hesitate to reach out to us if we can support any of your initiatives, be part of your festivities, your activities, and also in any way we can support you. Once again, tomorrow we are going to celebrate the 75th Independence Day of India on this occasion and these auspicious celebrations of Onam. I wish you all good health, prosperity, and all the best wishes to the Malayali Association of Greater Houston for your future endeavor and activities. Thank you. Thank you, Mr. Mahajan, for this inaugural speech. All right, so moving on to the inauguration ceremony, may I please invite all the board members and trustee board members to please come onto the stage. So I'm going to invite the board members. The President and Secretary is already here. Treasurer, Mr. Matthew Kudalil. Vice President, Mr. Simon Valacheril. Joint Secretary, Mr. Rajesh Varghese. Joint Treasurer, Mr. Ramesh Athiodi.
Program Coordinator Mr. Rennie Cavalier, Membership Coordinator Mr. Shaja Thomas, Sports Coordinator Mr. Reggie John, Women's Rep Mrs. Shibi Roy, Women's Rep Ms. Clara Matthews, Senior Citizen Coordinator Mr. Roy C. Matthew, PRO Dr. Vijay Pillai, Charity Chair Mr. Abraham Thomas, Youth Coordinator Mr. Surajit Subhashidan, Trustee Board Members Mr. Martin John, Mr. John Kundakata, Mr. M.G. Matthew, Dr. Sam Joseph and Mr. Monty Kuriakos. We're going to move on with the lamp lighting. So for the lamp lighting, may I please have the President, Mr. Vinod Vasudevan, our Chief Guest, Mr. Asim R. Mahajan, Secretary, Mr. Joji Joseph, Treasurer, Mr. Matthew Kotalil, Trustee Board Member, Mr. Martin John, Program Coordinators, Roy Matthew and Surajit, Women's Forum Representatives, Ms. Clarama Matthews and Shibi Roy. അടുത്തതായി ഒരു ആശംസാ പ്രസംഗമാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു മുഖം, എപ്പോഴും ശുഭ്രവസ്ത്രധാരിയായി മാഗിൽ കാണാറുള്ള ഇയാൾ നമ്മുടെ മുൻ പ്രസിഡന്റാണ്, അതോടൊപ്പം ട്രസ്റ്റി ബോർഡ് മെമ്പറാണ്. ഓൺ ബിഹാഫ് ഓഫ് ദ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ മാർട്ടിൻ ജോൺ ഫോർ എ ഫെലിസിറ്റേഷൻ അഡ്രസ്. ബഹുമാന്യനായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ വിനീതനായ പ്രസിഡന്റ് ശ്രീ വിനോദ് വാസുദേവൻ, നമ്മുടെ ചീഫ് ഗസ്റ്റ് മിസ്റ്റർ അസീം മഹാജൻ, അസോസിയേഷന്റെ കരുത്തുറ്റ സെക്രട്ടറി ശ്രീ ജോജി, അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമാർ
ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ, ഫൊക്കാന, ഹോമ സംഘടനകളുടെ നേതാക്കൾ, രാഷ്ട്രീയ നേതൃത്വത്തിലെ മുൻനിര നേതാക്കളായ KP ജോർജ്, ഡാൻ മാത്യൂസ്, ശ്രീ GK പിള്ള, ശ്രീ ശശിധരൻ നായർ, നമ്മുടെ അസോസിയേഷന്റെ മുൻ ഭാരവാഹികൾ ശ്രീ പൊന്നുപിള്ള, അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ അസോസിയേഷന്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായിട്ട് ഞാൻ ഇന്നത്തെ ഈ ഓണ മഹോത്സവത്തെ കാണുകയാണ്. കാരണം ഈ കോവിഡ് മഹാമാരിക്കിടയിലും ഇത്രയും ആളുകളെ സംഘടിപ്പിച്ച് ഈ അസോസിയേഷന്റെ ഓണ പരിപാടി വിജയിപ്പിക്കുവാനായിട്ട് സാധിച്ചതിന് അസോസിയേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ എല്ലാവർക്കും ട്രസ്റ്റി ബോർഡിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വർഷത്തെ സംഘടനാ പ്രവർത്തനം എന്നത് അസോസിയേഷന് ഒരു പൊൻതൂവൽ നൽകി അസോസിയേഷന്റെ പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ആദരിക്കേണ്ടതാണ്. കാരണം ഇത്രയും വലിയ തടസ്സങ്ങൾ നേരിട്ടിട്ടും അവരുടെ നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ അസോസിയേഷന്റെ നിലനിൽപ്പിന് മാത്രമല്ല മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർ വഹിച്ച പങ്കും എന്നും അസോസിയേഷന്റെ ചരിത്രത്തിന്റെ താളുകളിൽ നിലനിൽക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. തിരുവോണത്തെ സംബന്ധിച്ചിടത്തോളം മലയാളി മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന ഏക ഉത്സവമായിട്ട് നാം കാണുന്നു. ജാതി മത ഭേദമന്യേ, വർണ്ണ ലിംഗ ഭേദമില്ലാതെ കേരളത്തിൽ ജനിച്ചു വളർന്നവരും കേരളത്തിൽ ജനിച്ചു വരുന്ന മാതാപിതാക്കളുടെ മക്കളും എന്നും സന്തോഷത്തോടു കൂടിയും അതിരറ്റ ഉത്സാഹത്തോടു കൂടിയും ഒരു ഇലയിൽ ചോറിട്ടുണ്ണുവാൻ കിട്ടുന്ന ഒരു ദിവസമായിട്ട് അതിനെ കാണുന്നു. അതുപോലെ തന്നെ പൂക്കളം ഒരുക്കിയും അത്തം തൊട്ട്, നമ്മുടെ വിനോദിന്റെ ഭാര്യ പറഞ്ഞതുപോലെ അത്തം തൊട്ട് തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ ഉത്സവം കൊണ്ടാടുന്ന നമ്മുടെ ജനതയ്ക്ക് ഇത്രയും നല്ലൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാൻ വേറൊരു ദിവസം കാണുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ അസോസിയേഷനെ സ്നേഹിക്കുന്ന നല്ലവരായ ഓരോ മലയാളി സുഹൃത്തുക്കൾക്കും അസോസിയേഷന്റെ ട്രസ്റ്റി ബോർഡിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. We have two other special guests who has arrived. May I please invite our Forbent County Judge, Mr. KP George, and our Stafford Pro-Time Mayor, Mr. Ken Matthew, to the stage. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഗ് 2021 souvenir റിലീസാണ്. സത്യം പറഞ്ഞാൽ മാഗിന്റെ ഈ തവണത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ souvenir. സോ ഇത്രയും നാളത്തെ മാഗിന്റെ ചരിത്രവും അതുപോലെ തന്നെ ഈ 2021 അവരുടെ കാര്യപരിപാടികളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു souvenir ആണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. So may I please invite onto the stage our Honorable Forbent County Judge, Mr. KP George, and the Stafford Pro-Time Mayor, Mr. Ken Matthew. I would also like to invite the editorial board onto the stage for the souvenir release. Mr. Simon Valacheral, Chief Editor, Anil Aramula, T.N. Samuel, Dr. Biju Pillai, and Roy Matthew. May I please invite all the board members onto the stage for the souvenir release. I would also like to call upon the names of the sponsors. Without them, this souvenir release would not have happened. And of course, the hard work from the president and the rest of the board members,
It has been wonderful and it has been a great achievement for them to be able to publish this souvenir this year. So I'm just going to call upon the names of the sponsors. Mega sponsor Houston School of Carpentry, grant sponsor Texas Heart and Vascular Specialist, diamond sponsor Safari Texas Ranch, Weiser Sky Travels, platinum sponsor PKS Law Firm, Joy Alucas, Abacus Travels, New India Supermarket, Tech Pro, Cordis LLC, George Joseph Mass Mutual, Manpasand Alain, Naya Tequila, Mr. Ranjit, Madhavan B. Nair, and RBS Insurance. So may I please invite the board members and whoever that I've called upon the names to come onto the stage for the souvenir release. So, President Mr. Vinod Vasudevan will be handing over the souvenir to our honorable guest, the Consul General, Mr. Asim Maharajan. Asim Maharaj. So here, ഞാൻ പറഞ്ഞ പോലെ മാഗിന്റെ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ കൂടി 2021 MAG Souvenir. It's going to be released at this moment. Yet another happy moment for Malayali Association of Greater Houston. കവിതകളും അതുപോലെ തന്നെ ഈ വർഷത്തെ മാഗിന്റെ കാര്യപ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു souvenir റിലീസായിരുന്നത്. And this is yet another achievement for the MAG team of 2021. അടുത്തതായി എഡിറ്റോറിയൽ ബോർഡിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ചീഫ് എഡിറ്റർ സൈമൺ വളാച്ചേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Happy Onam to each and everybody present here. Honorable Chief Guest, Consul General of India, Houston, Mr. Asim Muhammad Saab, Malayali Association of Greater Houston, President Vinod Vasudevan Avargal, Secretary Joji Joseph, Treasurer Vavachan, Ella Board of Directors, Trustee Board Chairman Joshua Uncle, Trustee Board members, Trustee Board ne representative ഇവിടെ എത്തിയിരിക്കുന്ന മാർട്ടിൻ ജോൺ,
മാഗിന്റെ ഒരു ചിലകാല സ്വപ്നമായ ഓർമ്മച്ചപ്പ് എന്ന മാഗസിൻ ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു മാസത്തിൽ അപ്പുറം ഇതിനു വേണ്ടി അഹോരാർത്ഥം വർക്ക് ചെയ്ത ഏതാനും വ്യക്തികളെ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞതോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കിടക്കുകയാണ്. അതിന് ഏറ്റവും ഉപരി മാഗിൻ്റെ കരുത്തനായ പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, പിന്നെ ഒരു കൂട്ടായ്മ ആയിട്ടുള്ള ഒരു വർക്കാണ് ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമുക്കൊരു മാഗിൻ്റെ ചരിത്രത്തിൽ ഒരു ഓർമ്മച്ചപ്പ് എന്ന മാഗസിൻ നമുക്ക് ഇറക്കാൻ സാധിച്ചത്. ഈ മാഗസിൻ നമുക്കറിയാം, മാഗിൻ്റെ ചരിത്രമുണ്ട്. കഴിഞ്ഞ 34-35 വർഷം ആയിട്ടുള്ള മാഗിലെ നടന്ന ഓരോ സംഭവങ്ങളും കോർത്തിണക്കി അതിമനോഹരമായ ഈ മാഗസിൻ ഞങ്ങൾക്ക് ഇറക്കാൻ സാധിച്ചു. ചെറുകഥകളുണ്ട്, പോയമുണ്ട്, കോവിഡിനെ പറ്റിയുള്ള ചില ഇൻഫർമേഷൻ ഉണ്ട്, മെസ്സേജുകളുണ്ട്. അത് മാത്രമല്ല, ഹൂസ്റ്റണിലുള്ള പല പല സംഭവങ്ങളും വളരെ മനോഹരമായിട്ട് കോർത്തിണക്കിയ ഈ മാഗസിൻ്റെ ഹാർഡ് വർക്ക് ചെയ്ത വിനോദിനോടൊപ്പം ഉള്ള ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിനെ പ്രത്യേകം നന്ദി പറയുന്നു. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ അനിൽകുമാർ ആറന്മുള ചേട്ടൻ ആണ്. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ ബിജു പിള്ളയുണ്ട്, TN സാമൂണങ്ങളുണ്ട്, റോയ് മാത്യൂസ്. ഇവരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി മാത്രമാണ് ഈ മാഗസിൻ ഞങ്ങൾക്ക് ഇറക്കാൻ സാധിച്ചത്. എല്ലാ ബോർഡ് മെമ്പേഴ്സിന്റെയും നിസ്സീമമായ സഹകരണം ഈ മാഗസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉണ്ട്. കാരണം ഈ മാഗസിന് അതുപോലെ തന്നെ ഈ ഓണപരിപാടിക്ക് വേണ്ടി ഞങ്ങൾക്ക് we could raise more than $50,000 for this magazine and this event. സോ അതിനെ നിസ്സീമമായിട്ട് ഞങ്ങളെ സഹായിച്ച എല്ലാ സ്പോൺസേഴ്സും മാഗിൻ്റെ എല്ലാ വെൽവിഷേഴ്സിനും ഈ മുൻകാല ബോർഡ് മെമ്പേഴ്സും അങ്ങനെ നമുക്ക് എല്ലാ നല്ല രീതിയിൽ സഹകരിച്ച ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഹാപ്പി ഓണം. ജയ് ഹിന്ദ്.